ഒട്ടും ചാറില്ലാണ്ട് ഗ്രേവി മാത്രമായി, ചാറെടുക്കാനേ ഇല്ലാത്തത്. അതായത് പലഹാരത്തിനേക്കാൾ കൂടുതൽ ചോറിന് കഴിക്കാം, നല്ല മോര് കാച്ചിയതും കൂട്ടി ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ്റെ റെസിപ്പി നോക്കാം നമുക്ക്. ഇതിന് ഞാനും എൻ്റെ മോളും ഒരു പേരിട്ടിട്ടുണ്ട്, അത് നമുക്ക് ലാസ്റ്റ് പറയാം. ആദ്യം ഒരു ചട്ടി ചൂടായി അതിനകത്തേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചുവന്നുള്ളിയാണ് ചേർക്കുന്നത്. ചെറിയ ഉള്ളി നന്നായിട്ട് എത്ര കൂടുന്നോ അത്രയും ടേസ്റ്റ്, അത്രയും ഗ്രേവി കിട്ടും. അങ്ങനെ ചുവന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വേപ്പില ഇത്രയും ചേർത്ത് നന്നായി ഇളക്കി ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് വഴണ്ട് വരണം. ആദ്യം ഇതിൻ്റെ അകത്തേക്ക് തേങ്ങാക്കൊത്ത് ഇടേണ്ടതാണ്, ഞാൻ മറന്നുപോയി. അതുകൊണ്ട് ഞാൻ വേറെ എണ്ണയിൽ മൂപ്പിച്ച് ചേർത്തതാണ്. എനിക്ക് തേങ്ങാക്കൊത്ത് ഇല്ലാത്ത ഒരു പരിപാടിയില്ല. ചിക്കനോ ബീഫോ വെക്കണമെങ്കിൽ എനിക്ക് ചേർക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ വറുത്ത് ചേർത്തു. അത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായി, എല്ലാം ഉള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, അതൊക്കെ ഒരു 1/2 ടീസ്പൂൺ മതി, കുരുമുളക് പൊടി, പെരുംജീരകപ്പൊടി ഇത്രയും ചേർത്ത് നന്നായി ഇളക്കുക. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ച് വയ്ക്കാം. ജസ്റ്റ് ഒരു ആവി കൊള്ളുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ വേകും. എന്നിട്ട് നമ്മുടെ മസാലയുടെയൊക്കെ പച്ചമണം മാറി നല്ല ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ വേകുമ്പോൾ നോർമലി നമ്മൾ വെള്ളം ചേർത്തില്ലെങ്കിലും ഇത്തിരി വെള്ളം വരുമല്ലോ. ആ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു നനവ് മാത്രമേ നമ്മുടെ ഈ ചിക്കൻ കറിക്ക് ഉണ്ടാകത്തുള്ളൂ. ആ മസാലയുടെ ആ ചിക്കൻ്റെ എന്താ പറയുക, ആ ഗുണമുള്ള നമ്മുടെ ചിക്കൻ്റെ ആ വെള്ളവും കൂടി ചേർത്ത് നന്നായി ഒന്ന് പെരട്ട് മസാല എല്ലായിടത്തും പിടിച്ച് വന്ന് കുറച്ച് നേരം ആ തീയിലങ്ങിട്ടതിന് ശേഷം നമ്മുടെ ഉണക്കമുളകില്ലേ, വറ്റൽ മുളക് എന്തോ അതിന് പറയും, ഉണക്കമുളക് അതിൻ്റെ പൊടി ചേർക്കാം. നന്നായിട്ട് പൊടിയണ്ട, ഇച്ചിരി അവിടെ ഇവിടെ ഒക്കെ കാണത്തക്ക രീതിക്ക് നല്ല ഫൈനായിട്ട് അങ്ങനെ പൊടിച്ചെടുക്കണ്ട. അതും ചേർത്ത് ആവശ്യത്തിന് മല്ലിയിലയും കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും നല്ല പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടെ പച്ചവെളിച്ചെണ്ണ ഒഴിക്കുന്നത് വീഡിയോയിൽ സ്കിപ്പായി പോയിട്ടുണ്ട്, അതും കൂടി ചേർത്തെടുക്കുക. ഞാനിതിനിട്ടിരിക്കുന്ന പേരാണ് ചിക്കൻ പെരട്ട്. എൻ്റെ മോള് പറയുന്ന എരിപൊരി ചിക്കൻ എന്നാണ്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാമെങ്കിലും അതിനൊക്കെ കൂടുതൽ ഗ്രേവി വേണ്ടേ. ഇത് നല്ല ചൂട് ചോറിന് മോര് കാച്ചിയതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ എരിപൊരി ചിക്കൻ പെരട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ പേരെഴുതി വെച്ചിട്ടുണ്ട്. അത് ഇത് തന്നെയാണോന്നൊന്നും അറിയത്തില്ല, ഇത് ഞങ്ങളിട്ട പേരാണ്. എന്തായാലും സംഭവം ഒരു കിടു ഐറ്റമാണ് കേട്ടോ.